ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധ സംഘം കോഴിക്കോട്ടെത്തി. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തലമുറയുടെ ചിത്രങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്ന് കെ ജയന്ത് MLA. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫറൂഖിൽ CMPയുടെ പ്രതിഷേധം. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ മാപ്പിള സ്ട്രഗിൾസ്, ഐഡിയോളജി ആൻഡ് ലീഡർഷിപ്പ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട്ടെ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള സംഘം ജില്ലയിലെത്തി. സംഘം വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽ 4 പേരും ഹൈ റിസ്കിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരവും കൺട്രോൾ റൂമിൽ നിന്നും വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ജില്ലയിൽ സന്ദർശനം നടത്തി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ കണ്ടെത്തി. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തലമുറയുടെ ചിത്രങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്ന് കെ ജയന്ത് MLA. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ പാരിസ്ഥിതിക ചിത്ര പ്രദർശന വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പ്രകൃതി സുന്ദര ദൃശ്യങ്ങളും പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ വരും തലമുറയുടെ ആദ്യം ജലചായത്തിലും പെൻസിൽ ഡ്രോയിങ്ങിലുമായി വിദ്യാർത്ഥികൾ വരച്ചുകാട്ടിയ ചിത്രങ്ങൾ വലിയ സന്ദേശമാണ് പകരുന്നത്. 5 ദിവസങ്ങളിലായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പാരിസ്ഥിതിക ചിത്ര പ്രദർശനം ഒരുക്കിയത്. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റും കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹമായതും തിരഞ്ഞെടുത്തതുമായ 62 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹർക്കുള്ള ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനവും കെ ജയന്ത് MLA നിർവഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തലമുറയുടെ ചിത്രങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്ന് കെ ജയന്ത് MLA പറഞ്ഞു. നോ എന്ന് പറയേണ്ടടുത്ത് ശക്തിയിൽ നോ പറയാൻ അറിയുന്ന, ഓരോ കാര്യത്തിനുള്ള അതിർവരമ്പുകൾ എവിടെയെന്നറിയുന്ന കുറെ കൂടി സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള ഒരു തലമുറയാണ്. അപ്പൊ ആ തലമുറയുടെ ചിന്തകള് വരകളായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ തകർത്തെറിഞ്ഞ പ്രകൃതിയെ ഇവരിലൂടെ വീണ്ടെടുക്കുവാൻ സാധിക്കും. ജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ദർശനം പ്രസിഡന്റ് P. സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. ആർട്ടിസ്റ്റ് റോയ് കാരാത്ര, ഗുരുകുലം ബാബു, ചിത്രകാരികളായ സൽമി സത്യാർത്ഥി, ഹംദ ഫാത്തിമ, ദർശനം പരിസ്ഥിതി വേദി കൺവീനർ P. രമേശ് ബാബു, പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ, വൈസ് പ്രസിഡന്റ് PT സന്തോഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് DYFI. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവിടുത്തെ DYFI നേതൃത്വത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക, പ്രതികളെ സ്ഥാപിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത്
എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രതികളെ ആദ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൽ പ്രസക്തി ഉണ്ടാവില്ല. അപ്പം ശരിയായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടിക്കേണ്ടത്. അതിന് പകരം പ്രതികൾ ഇന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരിക. വിളിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ സഖാക്കളോടൊക്കെ കുറ്റം സമ്മതിച്ചാൽ നിങ്ങൾ ഒഴിവാക്കാം എന്ന് സമ്മർദ്ദം ചെലുത്തുകയാണ്. ആ നിലയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പലരുടെയും ഫോണുകളെല്ലാം പിടിച്ചു വാങ്ങുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ഓരോ ദിവസവും ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ആളുകളുടെ എണ്ണം കൂട്ടിക്കൂട്ടി വിളിപ്പിക്കുക, എന്നിട്ട് എല്ലാ ദിവസവും പത്രമാധ്യമങ്ങൾക്ക് ഈ വാർത്ത കൊടുക്കുക. എന്തോ ഒരു ഭീകരമായ ആളുകളെ പോലെ ഡിവൈഎഫ്ഐക്കാരെ ചിത്രീകരിക്കുന്ന നിലയാണ് ചില മാധ്യമങ്ങൾ പൊതുവായി സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് സമ്മേളനം നടന്നു. വടകര ബ്ലോക്ക് സമ്മേളനം കഴിഞ്ഞപ്പോൾ പിന്നീട് വാർത്ത വരികയാണ് റിവേഷ് മാസ്റ്റർ ഒഴിവായി. ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. UDFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തിരക്കഥയനുസരിച്ചാണ് SIT പ്രവർത്തിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി LG ലിജീഷ്, പ്രസിഡന്റ് K അരുൺ, ട്രഷറർ ദിബു പ്രേമാനന്ദ്, സംസ്ഥാന കമ്മിറ്റി അംഗം KM നിനു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK വിഗേഷ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി CMP ഫറോക്ക് ഏരിയ കമ്മിറ്റി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഫറോക്ക് ഡിപ്പോയിലേക്ക് നടന്ന മാർച്ചും ധർണയും ഏരിയ സെക്രട്ടറി P ബൈജു ഉദ്ഘാടനം ചെയ്തു. ജനജീവിതം ദുസ്സഹമാക്കിയ പാചകവാതക, പെട്രോൾ, ഡീസൽ വില വർധനവിനെതിരെയും മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് CMP ഫറോക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഫറോക്ക് ഡിപ്പോയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഏരിയ സെക്രട്ടറി P ബൈജു ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം കമ്പനികൾക്കും അദാനിക്കും അംബാനിക്കും തീരെഴുതിക്കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവകാശവും അവസരവും അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് സംരംഭകർക്ക് നൽകിക്കൊണ്ട് മോദി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഫറോക്ക് മുനിസിപ്പൽ സെക്രട്ടറി CP മുരളീധരൻ അധ്യക്ഷനായിരുന്നു. സമരപരിപാടിയിൽ CMP ജില്ലാ കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യൻ കുഴിപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മഹിളാ ഫെഡറേഷൻ നേതാവും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായ ഉഷ കാരാട്ട്, സംസ്ഥാന സമിതി അംഗം M സുധീഷ്, KSYF ജില്ലാ കമ്മിറ്റി അംഗം KM ശബരിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫറൂഖിലെ സാംസ്കാരിക നാടക പ്രവർത്തകൻ ജയശങ്കർ കിളിയങ്കണ്ടി, ഏരിയ ജോയിന്റ് സെക്രട്ടറി K ജതീഷ് കുമാർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ മാപ്പിള സ്ട്രഗിൾസ്, ഐഡിയോളജി ആൻഡ് ലീഡർഷിപ്പ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാലിക്കർ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പിൽ നിന്നും എഴുത്തുകാരൻ P സുരേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. ഹുസൈൻ രണ്ടത്താണിയുടെ മാപ്പിള സ്ട്രഗിൾസ്, ഐഡിയോളജി ആൻഡ് ലീഡർഷിപ്പ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സമരങ്ങൾക്ക് മാപ്പിള നേതാക്കളും കോൺഗ്രസും നൽകിയ നേതൃത്വം, സമരങ്ങളുടെ മതപരവും മതനിരപേക്ഷപരവുമായ സ്വഭാവം, ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് വ്യാഖ്യാനങ്ങൾ എന്നിവയെ പ്രാദേശിക രേഖകളുടെ കൂടി വെളിച്ചത്തിൽ വിലയിരുത്തുകയാണ് പുസ്തകത്തിൽ. മമ്പുറം തങ്ങൾ, വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി, കാട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, MP നാരായണ മേനോൻ, കൊന്നാര മുഹമ്മദ് കോയ തങ്ങൾ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളും പഠന വിധേയമാക്കുന്നു.
ഒരു ജനകീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സൈന്യം നടത്തിയ ക്രൂരതകളെ അനാവരണം ചെയ്യുന്ന ഫ്യൂഡൽ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള കർഷകരുടെ ജീവൻമരണ പോരാട്ടമായിരുന്നു മലബാർ സമരങ്ങളെന്ന് ഗ്രന്ഥകാരൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പറഞ്ഞു. ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ട് മാത്രം ഒരു സമരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഐഡിയോളജി എന്തായാലും വേണം. അപ്പോൾ ഐഡിയോളജി എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഫത്വകൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ഈ ഫത്വകളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കുടിയാന്മാരെ, അത് ഏത് മതക്കാരായാലും ഒരാൾ നേതൃത്വം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ചും മമ്പറ തങ്ങളാണ് ആദ്യകാലത്ത് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കുടിയാന്മാരായ ആളുകൾ, തൊട്ടുകൂടാത്തവരായ ആളുകൾ, അവരൊക്കെ അദ്ദേഹത്തിന്റെ ഈ നേതൃത്വത്തെ അംഗീകരിക്കുകയായിരുന്നു. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ് നിർവഹിച്ചു. എഴുത്തുകാരൻ P സുരേന്ദ്രൻ, R ജയന്തകുമാർ, സജീവ് ശിവദാസൻ, KP അബ്ദുറഹിമാൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചലച്ചിത്ര പ്രവർത്തകൻ ചെലവൂർ വേണു അനുസ്മരണവും സിനിമാ പ്രദർശനവും ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു. പ്രിൻസിപ്പൽ പ്രിയ P ഉദ്ഘാടനം ചെയ്തു. വിക്ടോറിയ എന്ന സിനിമയും പ്രദർശിപ്പിച്ചു. 1968 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിനി ഫിലിം സൊസൈറ്റി കേരളത്തിലെ രണ്ടാമത്തേതും മലബാറിലെ ആദ്യത്തേതുമായ ഫിലിം സൊസൈറ്റിയാണ്. ചെലവൂർ വേണുവിന്റെ നേതൃത്വത്തിലുള്ള അശ്വിനിയുടെ പ്രവർത്തനങ്ങൾ കോഴിക്കോട്ടെ ചലച്ചിത്ര ചരിത്രത്തിന്റെ ഭാഗമാണ്. ജനകീയ സിനിമാ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും ഫിലിം ഫെസ്റ്റിവലുകൾക്ക് തുടക്കം കുറിക്കുന്നതിനും അദ്ദേഹം നടത്തിയ ത്യാഗപൂർണമായ കഠിന പരിശ്രമങ്ങൾ, വിദേശ സിനിമകൾ നമ്മുടെ മുന്നിലെത്തിക്കുന്നതിൽ ചെലവൂർ വേണുവിന്റെ കയ്യൊപ്പ് എന്നിവയെല്ലാം പല സിനിമാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അരനൂറ്റാണ്ടുകാലം സമാന്തര സിനിമാ സംസ്കാരത്തിന്റെ അമരക്കാരനായി നിന്ന ചെലവൂർ വേണു വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷമായി. അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടി കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. കോളേജ് ഫിലിം ക്ലബിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ പ്രിയ P നിർവഹിച്ചു. കേരളത്തിന്റെ ഒരു സാംസ്കാരിക രംഗം 60-കളിലെ കേരളത്തിന്റെ സാംസ്കാരിക രംഗം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തിൽ 68-ൽ ഇത്തരത്തിൽ വാണിജ്യ സിനിമയോട് കിടപിടിക്കുന്ന തരത്തിൽ സമാന്തര സിനിമയെ ജനകീയമാക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച, എനിക്ക് തോന്നുന്നു സത്യജിത്രയുടെ പതേർ പാഞ്ചാലിയൊക്കെ ഈ അശ്വിനി ഫിലിം സൊസൈറ്റിയിലൂടെയാണ് കൂടുതൽ ആളുകൾ കണ്ടത്. അത്തരത്തിൽ സമാന്തര സിനിമയെ കൂടുതൽ ജനകീയവൽക്കരിക്കാൻ ചെലവൂർ വേണു വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു കേരളത്തിന്റെ, അത് കോഴിക്കോട് മാത്രമായിട്ട് ചുരുക്കി കാണരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ തന്നെ ഒരു സാംസ്കാരിക മുഖമായിട്ട് നിന്നൊരാളായിരുന്നു. പ്രശസ്ത കവി OP സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കോയ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. അശ്വിനി ഫിലിം സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഗുലാബ് ജാനും സന്നിഹിതനായി. തുടർന്ന് ശിവരഞ്ജിനി സംവിധാനം ചെയ്ത ഒട്ടേറെ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയ വിക്ടോറിയ എന്ന മലയാള സിനിമ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ നേതൃത്വത്തിൽ യോഗയാവട്ടെ ലഹരി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ജൂൺ 21 രാവിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയൊരു അവസ്ഥയാണ് ഈ മയക്കുമരുന്നിന്റെ പിറകിൽ, അതായത് മയക്കുമരുന്നിന്റെ വളരെ രൂക്ഷമായ രീതിയിൽ അതിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓപ്പറേഷൻ തുഫാനും അതുപോലെ എന്ത് തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും യുവതലമുറയിൽ ഇതിനോടുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അത് പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് തന്നെ ആവാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നതാണ് ഒരു പരമപ്രധാനമായ. രാസലഹരി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യോഗ ദിനചര്യയാക്കുന്നതിലൂടെ സമൂഹത്തിലെ എല്ലാവർക്കും മികച്ച ജീവിത നിലവാരം കെട്ടിപ്പടുക്കാനാകുമെന്നും സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാകാനും യോഗ സഹായിക്കുമെന്നും ഫ്രണ്ട്സ് ഓഫ് യോഗ സാരഥികൾ പറഞ്ഞു. ജൂൺ 21 ഞായറാഴ്ച കാലത്ത് 7 മണിക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടത്തുന്ന
യോഗയാവട്ടെ ലഹരി എന്ന ക്യാമ്പയിനിൽ ജനപ്രതിനിധികൾ, സാംസ്കാരിക, രാഷ്ട്രീയ, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. ഫ്രണ്ട്സ് ഓഫ് യോഗ പ്രവർത്തകരും വിദ്യാർത്ഥികളും യോഗാസനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ രാജൻ തേങ്ങാപ്പറമ്പത്ത്, ടി ഉമ്മർ, രമേശ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൗൺസിലർ TPM ജിഷാൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026 മാർച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ TPM ജിഷാൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ഗുരുനാഥന്മാരോട് ഉണ്ടാകേണ്ട സ്നേഹബന്ധത്തെക്കുറിച്ച് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെയും ഒമാൻ സുൽത്താന്റെയും ജീവിതകഥകൾ ഉദ്ധരിച്ച് ഉദ്ഘാടകൻ പ്രതിപാദിച്ചു. സ്കൂൾ മാനേജർ PKV അബ്ദുൽ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അക്കാദമിക് മേഖലയിൽ മികവ് തെളിയിച്ചവരുമായ ഡോക്ടർ ലുലു അസഫർ, സഹൽ ആദം എന്നിവർ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുഖ്യാതിഥികളായി സംസാരിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദയിൽ നിന്നും ഗോൾഡ് മെഡൽ നേടിയ സന്തോഷകരമായ അനുഭവം ഡോക്ടർ ലുലു അസഫർ ചടങ്ങിൽ പങ്കുവച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ VK ഫൈസൽ, PTA വൈസ് പ്രസിഡന്റ് റാസിഖ്, മദർ PTA പ്രസിഡന്റ് റൈഹാന, വിദ്യാർത്ഥി പ്രതിനിധികളായ ഇഫ്രാം മറിയം, മുഹമ്മദ് അമീൻ, മിൻഹ ഫാത്തിമ, അഹമ്മദ് തൻവീർ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു, QIP കൺവീനർ രജനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ TP സ്വാഗതവും QIP കൺവീനർ K അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. മികച്ച വിജയം നേടിയ 50 വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അരനൂറ്റാണ്ട് കാലം മുൻപ് പഠിച്ചിറങ്ങിയവർ സ്കൂൾ ജീവിത സ്മരണകൾ പുതുക്കി വീണ്ടും ഒത്തുകൂടാനെത്തി. കോഴിക്കോട് പരപ്പിൽ MM സ്കൂളിലെ 1976 SSLC ബാച്ചാണ് മോസ 76 സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത്. ഗതകാല സ്മരണകൾ ഇരമ്പുന്ന പ്രതീകമാണ് ഈ ഗ്രൂപ്പ് ഫോട്ടോയിലൂടെ കാണാനാവുക. കേരളത്തിൽ ആദ്യമായി സ്കൂൾ വിദ്യാർത്ഥി സംഗമത്തിന് 1996 തുടക്കമിട്ട പരപ്പിൽ MM സ്കൂളിലെ 1976 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷം ഓർമ്മകളുടെ തീരമണഞ്ഞ് പ്രതീതിയായി. മറീന റെസിഡൻസിയിൽ നടന്ന സംഗമം VK ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് കൈവിട്ടു പോകുന്നത്? The first primary school that should be the lap of mom. ഉമ്മയുടെ മടിത്തട്ടിലാകണം ഒരു കുഞ്ഞിന്റെ പ്രഥമമായ പാഠശാല. നമ്മളിത് ഭംഗിവാക്കിന് പറയാറില്ല. ഞാൻ ലാൻഡ് ഫോൺ കണ്ടിട്ട് വളർന്നതാണ്. ലാൻഡ് ഫോൺ ജനറേഷനാണ് നമ്മളൊക്കെ. അന്ന് കറണ്ടൊന്നും ഇത്രയില്ല. എനിക്ക് തോന്നുന്നു സ്റ്റെപ്പപ്പാണ് വീട്ടിലൊരു വലിയ ഡിവൈസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പപ്പാണ് അല്ലേ? സ്റ്റെപ്പപ്പ്. എന്റെ അനുജത്തിയ ഉമ്മ താരാട്ട് പാട്ട് പാടി ഉറക്കുന്നതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. സംഘാടക സമിതി ചെയർമാൻ എഞ്ചിനീയർ K സലീം അധ്യക്ഷനായി. കോർപ്പറേഷൻ കൗൺസിലർ TPM ജിഷാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ അധ്യാപകരായ P മാധവൻ, VS അഹമ്മദ് കോയ, കുഞ്ഞിക്കോയ, PV അബ്ദുറഹ്മാൻ എന്നിവരെ അദ്ദേഹം ആദരിച്ചു. സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ പുതിയകം,
TP ഹംസത്ത്, P മുസ്തഫ, KV അബ്ദുൽ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാ സാംസ്കാരിക പരിപാടി മോസ കൺവീനർ CV ഇംതിയാസ് ഉദ്ഘാടനം ചെയ്തു. ഗാനമേള, ഗെയിം ഷോ, ലക്കി ഡ്രോ എന്നിവ പരിപാടിയെ ഹൃദ്യമാക്കി. സ്കൂളിൽ ഒപ്പം കൂടിയവരെ ചേർത്ത് പിടിച്ച ഒരു പകലിലെ ധന്യ നിമിഷത്തിന് കുടുംബാംഗങ്ങളും സാക്ഷിയാകാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ വാതിൽ പിച്ചള പൊതിഞ്ഞു. ഭക്തന്റെ വഴിപാടായി നടത്തിയ ചടങ്ങിന് മേൽശാന്തി കേശവൻ മൂസതും ശില്പി സുനിൽകുമാറും കാർമ്മികത്വം വഹിച്ചു. ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിൽ ഭക്തന്റെ വഴിപാടായി കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിലെ ഗോപുരത്തിന്റെ വാതിൽ പിച്ചള പൊതിയുന്ന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി നടുവിലപ്പാട്ട് കേശവൻ മൂസതിന്റെയും ശില്പി സുനിൽകുമാർ ദേശമംഗലത്തിന്റെയും കാർമ്മികത്വത്തിൽ നടന്നു. ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജാവിന്റെ പ്രതിനിധികളായ സുനീതി രാജ, KC രവീന്ദ്രൻ രാജ, വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K സുനിൽ, ശില്പ C രാജൻ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധ സംഘം കോഴിക്കോട്ടെത്തി. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തലമുറയുടെ ചിത്രങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്ന് K ജയന്ത് MLA. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫറൂഖിൽ CMPയുടെ പ്രതിഷേധം. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ മാപ്പിള സ്ട്രഗിൾസ്, ഐഡിയോളജി ആൻഡ് ലീഡർഷിപ്പ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.